സിനിമ പോസ്റ്ററുകൾ കാണുമ്പോൾ കുട്ടിക്കാലം മുതൽ പലപ്പോഴും ഇഷ്ടമുള്ള താരങ്ങളുടെ പോസ്റ്റേഴ്സ് കാണുമ്പോൾ പുസ്തകം പൊതിയാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ സുഹൃത്തിന് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, സുഹൃത്തിൻ്റെ അച്ഛന്. അപ്പോൾ ആ തിയേറ്ററിൽ നിന്ന് അവൻ കൊണ്ടുവന്ന് തരുന്ന ചില പോസ്റ്റേഴ്സ്, ഒട്ടിക്കാത്ത പോസ്റ്റേഴ്സൊക്കെ കൊണ്ടുവന്ന് തരും. ഞങ്ങൾ പുസ്തകം പൊതിയാൻ അത് ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നാറുണ്ട്. ഓരോ പോസ്റ്ററിൻ്റെ പുറകിലുമുള്ള കഥകൾ അത്രയും വിചിത്രമാണ്. അത്രയും വില പിടിച്ച ഒരു ചരിത്രം ഈ പോസ്റ്ററിന് പുറകിലുണ്ട്. പല പോസ്റ്റേഴ്സിൻ്റെയും വില ഇപ്പോഴാണ് നമുക്ക് അറിയുന്നത്. അതിന് എത്ര രൂപ വിലയുണ്ട്, അത് ഒട്ടിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന സ്ട്രെയിൻ എന്താണ്, ഈ പോസ്റ്റർ കീറി കൊണ്ടുപോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എന്താണ്, ഈ നിർമ്മാതാവിനുണ്ടാകുന്ന നഷ്ടം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞൊരു പ്രായത്തിൽ പിന്നീട് അത് തന്നെ അതിൻ്റെ ഒരു ഭാഗം, എൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ ആണ് ഈ പോസ്റ്ററിൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഞാൻ സംവിധായകനായിട്ട് ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ മാത്രമേ ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളൂ. എൻ്റെ രണ്ടാമത്തെ സിനിമയായ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ എറണാകുളത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഞാൻ നിർവൃതിയോട് കൂടിയിട്ട് കാറിനകത്തുനിന്ന് വിളിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പുതിയ കിട്ടിയ ഭാഗ്യമാണ് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരം ഇപ്പോഴാണ് കിട്ടുന്നത്. കേൾക്കാം. നമസ്കാരം. ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇപ്പോൾ ഒരു ഓണത്തിനോ ക്രിസ്മസിനോ ഈസ്റ്ററിനോ പെരുന്നാളിനോ ഒക്കെ ആ ആഴ്ചകളിൽ ഒരുപാട് സിനിമകളുണ്ടാവും. ഏതാണ്ട് എത്ര പേരുണ്ടാവും ഈ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട്? ഞങ്ങൾ സിറ്റിയിൽ ഒരു 3 വണ്ടി, കൂടുതൽ പോസ്റ്റർ ഉണ്ടെങ്കിൽ 3 വണ്ടികളും അല്ലെങ്കിൽ 2 വണ്ടി, പിന്നെ ഔട്ട് സൈഡ് കളമശ്ശേരി കാക്കനാട് ഇങ്ങനെ ഒരു വണ്ടി, പിന്നെ ഈ തൃപ്പൂണിത്തുറ ഒരു റൂട്ട്, ഇങ്ങനെ കൊച്ചിയിലൊരു റൂട്ട്, ഇങ്ങനെ 10-12 ഈ FDAയുടെ ഇതിലുണ്ട്. നിങ്ങൾക്കൊരു സംഘടന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, FDAയുടെ ഇത് മാത്രമല്ല, സംഘടന മാത്രമേ ഉള്ളൂ, ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. അസോസിയേഷൻ്റെ കീഴിലാണ് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. എല്ലാ ഫിലിം വിതരണ കമ്പനികളുടെ ഓഫീസുകളിൽ നിന്നും അവരുടെ പിയോൺമാരും അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള അതിന് പ്രത്യേകിച്ചൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല. ഓരോ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ തന്നെ അവരുടെ സ്റ്റാഫ് ഉണ്ടാവും. അവർ തന്നെ നേരിട്ടാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രത്യേകമായിട്ട് ഇതിനെ ഒട്ടിക്കുന്ന ഒരു തൊഴിലാളികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. പോസ്റ്ററുകളുടെ ചെലവിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം തരാം. ഒരു 6 ഷീറ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന വളരെ വലിയ വലിയ ക്യാപ്ഷൻസ് ഒക്കെ എഴുതുന്ന വലിയ പോസ്റ്റർ, അതിൽ 6 ഷീറ്റുകളുണ്ട്. 6 ഷീറ്റുകൾ ചേർത്തിട്ടാണ് ആ 6 ഷീറ്റ് പോസ്റ്റർ വരുന്നത്. അതിൽ ഒരു ഷീറ്റിന് 3 രൂപ കോർപ്പറേഷന് ടാക്സ് കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരു 6 ഷീറ്റ് പോസ്റ്ററിൻ്റെ വില 60 രൂപ, പ്രിൻറ്റിംഗ് കോസ്റ്റ് 60 രൂപ, 18 രൂപ അതിൻ്റെ ടാക്സ്, കോർപ്പറേഷന് ടാക്സ് കൊടുക്കണം. അപ്പോൾ 78 രൂപ പ്ലസ് ഇതിൻ്റെ തൊഴിലാളികളുടെ ശമ്പളം, അത് പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന വാഹന ചെലവ്, ഇത് ഡിസൈൻ ചെയ്യാനുള്ള ചിലവ് എല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു 100 രൂപ 6 ഷീറ്റ് പോസ്റ്ററിന് ചിലവ് വരും. നിങ്ങൾ വളരെ നിസാരമായിട്ട് ഒരു പോസ്റ്റർ വലിച്ചു കീറുമ്പോൾ പാവം നിർമ്മാതാവിൻ്റെ 100 രൂപയാണ് നഷ്ടപ്പെടുന്നത്. ഈ ആഴ്ചയിൽ 10 പടം ഉണ്ടെങ്കിൽ ആ 10 പടത്തിൻ്റെ പോസ്റ്റും ഞങ്ങളിവിടെ വരും. അത് അവിടുത്തെ ഒരു സംഘടനയുടെ സീലും ഉണ്ട്, പിന്നെ കോർപ്പറേഷൻ സീലും കൂടി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ സംഘം സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു റൂട്ട് ഇങ്ങനെ പോകുന്നത്. പ്രധാനമായിട്ട് ഇതിനകത്ത് സീല് വെച്ചാൽ കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ അധികാരികളാണ് സീൽ ചെയ്യുന്നത്. മുനിസിപ്പൽ, പഞ്ചായത്ത് ഏരിയ, അതാത് ഏരിയയിൽ ഒട്ടിക്കുന്ന പോസ്റ്റേഴ്സ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സീൽ ചെയ്ത് തരുന്ന പോസ്റ്റേഴ്സ് ഞങ്ങൾ അസോസിയേഷൻ്റെ സീൽ കൂടി വച്ചിട്ട് ആണ് ഞങ്ങളത് ഒട്ടിക്കാൻ പോകും. അതിന് നിയോഗിച്ചിരിക്കുന്ന ആളുകളുടെ അസോസിയേഷൻ നേരിട്ട് കൊടുക്കുന്നത്. ഏതാണ്ട് എത്ര മണിക്കാണ് ഇത് പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങുക? സാധാരണ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് 9:30 മാക്സിമം. ഏറ്റവും കൂടുതൽ പടങ്ങളുണ്ടെങ്കിൽ ഒരു 10 മണി ആവും ഇറങ്ങുമ്പോൾ. ഇപ്പോൾ റിലീസ് ഒരു മലയാള സിനിമയാണെങ്കിൽ ഒരു 2000 30-40 അതാണ് ഒരു ആൾക്കാർ. എന്നുവെച്ചാൽ 6 ഷീറ്റ് പോരാണെങ്കിൽ ഒരു 100 6 ഷീറ്റാണെങ്കിൽ 600 ഷീറ്റ് വരും. അപ്പോൾ ഒരു എല്ലാം കൂടി 30-40 4 ഷീറ്റ് 2 ഷീറ്റ് അതുപോലെ 6 ഷീറ്റ്. പക്ഷേ എല്ലാം ഞങ്ങൾ ഈ 6 ഷീറ്റ് ആണെങ്കിൽ 6 30-40 ഷീറ്റായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതിൻ്റെ അങ്ങനെ ആ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ 6 ഷീറ്റ് 6 അല്ലെങ്കിൽ 4 ഷീറ്റ് 4 2 ഷീറ്റ് 2 സിംഗിൾ ഷീറ്റ് എന്നാണ് ഈ 30-40 പറയുന്നത്.